ഞാൻ വന്നത് എന്താന്ന് വെച്ചാ മാഷ് കാര്യങ്ങൾ മനസ്സിലാക്കണം. പരിസ്ഥിതി ഗ്രൂപ്പുകളിലൊക്കെ മാഷിനൊരു സ്ഥാനമുണ്ടല്ലോ. മാഷ് പറഞ്ഞ അവർ കേൾക്കും. ഒന്ന് കൂടെ നിൽക്കും മാഷേ. നാടിന് ഉപകാരമുള്ള ഒരു കാര്യം മുടക്കാൻ മാഷ് കൂട്ടിക്കരുത്. സാറേ, എന്നോട് കാണിച്ച സൗഹൃദത്തിനൊക്കെ നന്ദിയുണ്ട്. ആ സ്നേഹത്തോടെ തന്നെ ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞോട്ടെ. ഓ, 100 കണക്കിന് പേർക്ക് നേരിട്ടും 1000 പേർക്ക് അല്ലാതെയും ജോലി കിട്ടുന്ന കാര്യമൊക്കെ സാറ് പറഞ്ഞു. പക്ഷേ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ആരോഗ്യവും ജീവിതവും ഇല്ലാതാക്കിക്കൊണ്ട് ഇത്തരം ഒരു പ്ലാന്റ് നല്ലതല്ല സർ. പിന്നെ സിറ്റിന്ന് അകന്ന സ്ഥലത്താണ് പ്ലാന്റ് എന്ന് സാറ് പറഞ്ഞു. സിറ്റിന്ന് അകന്നു കഴിയുന്നവരെന്താ സാറേ, മനുഷ്യരല്ലേ? ലോകത്തിലെ ഏറ്റവും വലിയ ധനികന്റെയും പരമദരിദ്രന്റെയും ജീവന്റെ വില ഒന്നാണ് സർ. സിറ്റിയിലുള്ളവരുടെ മാലിന്യം കൊണ്ട് തള്ളാനുള്ള സ്ഥലമല്ല വിളപ്പിൻകോട്. അപ്പൊ പിന്നെ ഇവിടത്തെ മാലിന്യം എങ്ങനെ സംസ്കരിക്കണമെന്നാ ഗിരീഷ് മാഷ് പറയുന്നേ? ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കണം. എന്റെ വീട്ടിലെ മാലിന്യം എന്റെ വീട്ടിൽ തന്നെ നശിപ്പിക്കണം. ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ബാക്കിയും ഞാൻ ഉപയോഗിച്ച് കളയുന്ന വസ്തുക്കളുമെല്ലാം എന്റെ വീട്ടിൽ തന്നെ സംസ്കരിക്കണം. ഞാൻ കഴിച്ച മീനിന്റെ മുള്ളും ബാക്കി വന്ന ചോറും വല്ലവരുടെയും പറമ്പിൽ കൊണ്ടുപോയി തട്ടാനുള്ളതാണോ സർ? അതൊന്നും പ്രാക്ടിക്കൽ അല്ല ഗിരീഷ് മാഷേ. ഏതും പ്രാക്ടിക്കലാണ് സർ. മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങുന്ന ആരെങ്കിലും കരുതിയതാണോ? അതിലും വലുതല്ലല്ലോ കഴിച്ച ആഹാരത്തിന്റെ ബാക്കി വീട്ടിൽ ഇല്ലാതാക്കുന്നത്. ഞാൻ ഗിരീഷിനോട് തർക്കിക്കുന്നില്ല. എന്തായാലും ഒന്ന് സഹായിക്കണം. നീ വന്നേ, വാ ഒന്ന് മാറിക്കേ. വാ പറയട്ടെ. എന്താ? ഇവിടേക്കേ. ദാ 5 ലക്ഷം ഉണ്ട്. ഇത് ഒരു അഡ്വാൻസ് മാത്രമാണ്. ഇനി എത്ര വേണമെങ്കിലും തരാം. ഈ കാറ് കൂട്ടുകാരൻ്റെ ആണെന്നല്ലേ പറഞ്ഞത്? ഇപ്പൊ മാർക്കറ്റിലുള്ളത് വെച്ച് നല്ലൊരു കാർ നാളെ വീട്ടിലെത്തും. സാറേ, എനിക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയ ദിവസമായിരുന്നു. ഈ ഭൂമി എന്ന് പറയുന്നത് എന്റെ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഇവിടെ ജനിക്കാൻ പോകുന്ന കോടാനുകോടി മനുഷ്യജീവികൾക്ക് ഒരുപോലെ അവകാശപ്പെട്ടതാ. അവരുടെ ജീവന്റെ പ്രതിഫലമാ സാറി വെച്ച് നീട്ടിയത്. ഇത് ഞാൻ വാങ്ങിയാലേ പിന്നെ ഞാനായിരിക്കും ഈ സമൂഹത്തിലെ ഏറ്റവും വലിയ മാലിന്യം. മാന്യനായി ജീവിച്ച് മാന്യനായി മരിക്കണമെന്നാ സാറേ ആഗ്രഹം. ഒരു വേസ്റ്റ് ആവാൻ താല്പര്യമില്ല. ഇത്ര വലിയ ആദർശമൊക്കെ വേണോ ഗിരീഷേ? BDF-ലെയും KDF-ലെയും നേതാക്കളൊക്കെ എനിക്ക് വേണ്ടപ്പെട്ടവരാ. ഞങ്ങൾ തമ്മിൽ സ്നേഹത്തിലുവാ. സ്നേഹത്തിന്റെ ഭാഷയിലാണ് ഇതുവരെ ഞാൻ ഗിരീഷിനോട് സംസാരിച്ചത്. സ്നേഹത്തോടെ തന്നെയാ സാറേ ഞാനും സംസാരിച്ചത്. സാറിന്റെ ഭാഷ എപ്പോൾ മാറുന്നോ അപ്പൊ എന്റെ ഭാഷയും മാറും. ഭീഷണിയാണോ? അല്ലല്ല, എന്റെ അടുത്ത് ഭീഷണി വേണ്ട എന്ന് സൂചിപ്പിച്ചതാ. ഗിരീഷ് കളിക്കുന്ന ആരോടാണെന്ന് ഓർമ്മ വേണം. എന്നെ എതിർത്ത ഒരുപാട് പേര് എന്നെ കൊല്ലുമെന്നാണ് സാർ ഉദ്ദേശിക്കുന്നതെങ്കിൽ തൽക്കാലം ഞാൻ അങ്ങനെ മരിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നേ പറയാനുള്ളൂ. പിന്നെ കീഴടങ്ങേണ്ട സാഹചര്യം വന്നാ മരിക്കാനൊട്ട് ഭയവുമില്ല. അല്ല, സാറിന് ക്ലിയർ ആയി കാണുമല്ലോ അല്ലേ? വിളപ്പിൻകോട് വരാൻ പോകുന്ന മാലിന്യ പ്ലാന്റ് ജീവൻ കൊടുത്തും തടയും.
നമുക്ക് കാണാം. ഹേയ്, എനിക്കൊരു താല്പര്യമേ ഇല്ല. ആ അതെ, ഒരു മിനിറ്റ് തന്നെ. സാറത് പിടിക്കണം. ഏയ് അതൊന്നും വേണ്ട. ഇത് ഞാൻ സന്തോഷത്തോടെ തന്നതാ. ഇരിക്കട്ടെ. വണ്ടിയറ. അപ്പോഴേ സാറ് സന്തോഷത്തോടെ തന്നത്, അതിലും സന്തോഷത്തോടെ ഞാനിതാ തിരിച്ചു തന്നിരിക്കുന്നു. അപ്പൊ ശരി. എന്താ പേടിയുണ്ടോ നിനക്ക്? ഏറ്റവും സന്തോഷമുള്ളൊരു ദിവസം ഇങ്ങനൊരു കാര്യം സംഭവിച്ചല്ലോ. എന്ത് സംഭവിച്ചു എന്നാ? അയാളുടെ ഭീഷണിയാണോ? അതൊക്കെ അയാളുടെ കയ്യിലിരിക്കത്തേ ഉള്ളൂ. ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന ഇതുപോലുള്ള ശക്തികളൊക്കെ താനെ അങ്ങ് ഒഴിഞ്ഞു പോയിക്കോളും. സത്യത്തിൽ ഗിരി ചെയ്ത് നല്ല കാര്യമേ. സാധാരണ രീതിയിൽ 5 ലക്ഷം സമ്മാനങ്ങളും കൈവിട്ടു പോകുമ്പോ എനിക്ക് സങ്കടം തോന്നണേ. പക്ഷെ ഇന്നെന്തോ എനിക്ക് അഭിമാനം തോന്നിയേ. ആ അഭിമാനം ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ അച്ഛനെ ഓർത്തുള്ള അഭിമാനം. അതെ മോളുവാ, നമുക്കൊരു കോഫി കുടിക്കാം. മാഡം ഒരുപാട് സമയമായോ വന്നിട്ട്? എന്റെ സമയം വിട്ടേക്ക്. ഞാൻ വിളിച്ചപ്പോ MLA മാഡം തിരക്കുകൾക്കിടയിൽ സമയം കണ്ടെത്തി എന്നോട് സംസാരിക്കാൻ വന്നല്ലോ. വലിയ സന്തോഷമുണ്ട്. മാഡം എന്നെ MLA എന്ന് മാഡം എന്നൊക്കെ വിളിക്കുമ്പോ സത്യത്തില് എന്നെ കളിയാക്കും പോലെയാ തോന്നുന്നേ. ഞാൻ പഴയ ദേവികയാണ് മാഡം. എന്നെ ദേവിക എന്ന് വിളിച്ചാ മതി. പേര് ദേവിക എന്നാണെങ്കിലും പദവിയെ ബഹുമാനിക്കണല്ലോ. മാഡം ഒന്ന് വെറുതെ ഇരിക്കുന്നുണ്ടോ? പദവി ഇനി MLA എന്ന് വിളിച്ചാൽ ഞാൻ പിണങ്ങും. അതുപോട്ടെ, മാഡം ഇതിനെ വിളിപ്പിച്ചേ? എനിക്കെന്റെ മോനെ ഒന്ന് കാണാൻ പറ്റുമോ ദേവിക? ഒരു കമ്പനിയുടെ ചെയർമാനായിട്ടോ ദേവികയുടെ മാഡായിട്ടൊന്നല്ല, ഒരു മകന്റെ അമ്മയായിട്ടാ ദേവികയുടെ മുമ്പിൽ നിൽക്കുന്നേ. എനിക്കെന്റെ മോനെ കാണണം. എനിക്ക് ടെൻഷനും BP ഒക്കെ കൂടെ കയറി എപ്പോഴാ നെഞ്ചു പൊട്ടി വീണു പോവെന്നറിയില്ല. അതിനു മുമ്പ് അവനെ കാണണം. അവനില്ലാതെ ആർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത്? എന്റെ ജീവിതം തന്നെ അവന് വേണ്ടി മാറ്റിവെച്ചതല്ലേ. അവൻ എങ്ങോട്ടോ പോയിരിക്കുക. എവിടെയാന്ന് വെച്ചാ പോയി അന്വേഷിക്കണ്ടേന്ന് അറിയാതെ നിൽക്കുക ഞാൻ. മാഡം മാഡം വിഷമിക്കരുത്. ഋഷി തിരിച്ചു വരും. ഋഷിയെ കണ്ടെത്താനുള്ള കാര്യങ്ങൾ ഞാൻ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. രാധാകൃഷ്ണ മിനിസ്റ്റർ DYSP ഞങ്ങളുടെ ഓഫീസിലേക്ക് വിളിപ്പിച്ചിരുന്നു. എത്രയും പെട്ടെന്ന് ഋഷിയെ കണ്ടെത്തണമെന്ന് കർശനമായ നിർദ്ദേശം കൊടുത്തു. വേണ്ടത് ചെയ്യാമെന്നും ഋഷിയെ കണ്ടെത്താൻ എല്ലാ രീതിയിലും ശ്രമം നടത്താമെന്നും DYSP വാക്ക് തന്നു. താങ്ക് യു ദേവിക. എന്തായാലും എനിക്ക് വേണ്ടി ദേവിക ബുദ്ധിമുട്ടുന്നതിൽ വളരെ നന്ദിയുണ്ട്. അത് എന്റെ കടമയല്ലേ മാഡം? ഞാനൊരു കാര്യം ചോദിച്ചാ ദേവിക്ക് വിഷമാവോ? എന്താ മാഡം? എന്റെ മകന്റെ പ്രധാന ശത്രു ആരാണെന്ന് ദേവിക്ക് അറിയാലോ. പ്രഭാവതി. മാഡം, ഞാൻ അമ്മയ്ക്ക് വേണ്ടി വാദിക്കാന്ന് തോന്നരുത്. അമ്മയ്ക്ക് ഋഷിയോടിപ്പോ ഒരു ശത്രുതയും ഇല്ല. അന്ന് അമ്പലത്തിൽ നിന്ന് മടങ്ങുമ്പോ ഋഷി അമ്മയെ പരസ്യമായിട്ട് ആക്ഷേപിച്ചിട്ട് പോലും അമ്മ ആ പക കാണിച്ചിട്ടില്ല. അന്ന് ഞാൻ ഋഷിയെ കാണാൻ ഇറങ്ങിയതാ. ഒന്നിനും ആരും പോണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളെയൊക്കെ സമാധാനിപ്പിച്ചത് അമ്മയാ. അതുകൊണ്ട് അമ്മ ഇപ്പൊ ഋഷിയുടെ ശത്രുവായിട്ട് കാണണ്ട. അല്ല ദേവിക, അത് ചിലപ്പോ
നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ളൊരു അഭിനയായിക്കൂടെ? ഋഷിയോട് ഉറപ്പായിട്ടും പ്രഭാവതിക്ക് പകയുണ്ടായിരിക്കും. അതേതെങ്കിലും രീതിയിൽ തീർത്തതായിരിക്കോ ഇപ്പോൾ ഉള്ള സംഭവങ്ങള്? ഇല്ല 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 മാഡം, ഈ രീതിയിൽ സംശയിക്കേ വേണ്ട. അമ്മ ഇപ്പൊ ഏത് കാര്യത്തിനും ശാന്തമായിട്ടാ പ്രതികരിക്കുന്നേ. എന്തോ എനിക്കൊന്നും അങ്ങോട്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ചുറ്റിനും എന്തൊക്കെയോ നടക്കുന്നു. ഞാൻ എങ്ങോട്ടോ പോകുന്നു. കണ്ണടയുന്നതിന് മുമ്പ് എനിക്ക് എന്റെ ഋഷിയുടെ മുഖം ഒന്ന് കാണണം. എനിക്ക് എന്റെ ഋഷിയെ കണ്ടുപിടിച്ച് തരണേ മോളെ. ഇപ്പോ നിന്നില എന്റെ ഒരേ ഒരു പ്രതീക്ഷ. നീ എന്റെ ഋഷിയെ കണ്ടെത്തി തിരിച്ചു തരുന്നു മനസ്സ് പറയുന്നു. മാഡം വിഷമിക്കണ്ട, സമാധാനത്തോടെ ഇരിക്കെ. ഋഷി വരും, നമ്മൾ കണ്ടെത്തും അവനെ. പോലീസ് അന്വേഷണം മരവിപ്പിച്ച കേസിനെ ജീവൻ വയ്പ്പിച്ച് തുമ്പുണ്ടാക്കിക്കാൻ പോകുന്നത് ദേവികയായിരിക്കും. എന്നുവെച്ചാൽ ചന്ദ്രോത്തിനെ വീഴ്ത്താനുള്ള കുഴി അവള് തന്നെ കുഴിക്കുക. അച്ഛന്റെ ആത്മാർത്ഥമായിട്ടുള്ള പിന്തുണയും അവളുടെ ബലമാ. അതെ, ദേവികയെ പിന്തിരിപ്പിച്ചേ പറ്റൂ. തീരെ നിവൃത്തിയില്ലെങ്കിൽ ഞാൻ അവളോട് തുറന്നു പറയും, ഋഷി കൊല ചെയ്യപ്പെട്ടതാണെന്നും കൊലപാതകി ഞാനാണെന്നും. വയ്യ, മടുത്തു. ഒളിച്ചും പതുങ്ങിയും ഇതെന്തൊരു ജീവിതമാ. ജീവിതം ഇങ്ങനെയാ മോനെ. സ്വപ്നം കാണുന്നത് ഒന്നും നമുക്ക് കിട്ടിയെന്ന് വരില്ല. കിട്ടിയതാണ് ആഗ്രഹിച്ചതെന്ന് കരുതി അതങ്ങ് സ്വീകരിക്കുക. എത്രയോ സ്വീകരിച്ചു കഴിഞ്ഞു അമ്മേ. ഇനി ഇതിനൊരു അവസാനമാവുന്നില്ലേ? നീ പേടിക്കാതെ, ഒന്നും വരില്ല. ദൈവത്തിന്റെ രക്ഷ നമുക്കൊപ്പമുണ്ട്. അറിഞ്ഞുകൊണ്ട് നീ ഒന്നും ചെയ്തില്ലല്ലോ. തെറ്റുപറ്റി പോയില്ലേ അമ്മേ? എന്തായാലും ദേവിയോട് ചോദിക്കാം. അയ്യോ മോനെ, വേണ്ട, അതൊന്നും വേണ്ട. നടന്നതൊന്നും നീ വിളിച്ചു പറയല്ലേ. അതല്ല അമ്മേ, ദേവി DVSP വിളിക്കുന്ന കാര്യം ഒന്ന് ചോദിക്കണം. അവൾ എന്ത് പറയുന്നു അറിയട്ടെ. സാർ, ഇനി എന്തെങ്കിലും? വരട്ടെ, പറയാം. ഓക്കെ, ശരി സാർ. ആ, എന്താ നോക്കി നിൽക്കുന്നത്? കഴിക്കേ. ഞാനത് ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. നീ തന്നതും ഞാനൊട്ടും പ്രതീക്ഷിക്കാത്തതല്ലേ. എന്ത്? എനിക്കൊരു കുഞ്ഞ്. ഒന്ന് പോകിരി. താൻ കഴിക്കേ. ഗർഭിണിയാവുന്ന പെണ്ണിന് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം മസാല ദോശയാണെന്ന് പുസ്തകങ്ങളിലൊക്കെ വായിച്ചിട്ടുള്ള അറിവ് വെച്ചാ ഇതൊന്ന് പരീക്ഷിക്കാന്ന് വെച്ചത്. കഴിക്കേ. എങ്ങനെയുണ്ട്? നല്ലതാ, എനിക്കിഷ്ടായി. ആ, ഗിരി കഴിക്കേ. ആ. ഇന്നെനിക്ക് ഗിരിയെക്കുറിച്ച് വല്ലാത്ത അഭിമാനം തോന്നി. എന്റെ കുഞ്ഞ് അവന്റെ അച്ഛനെ പോലെ ആകണോന്ന് ഞാൻ വല്ലാതെ ആഗ്രഹിച്ചു പോയി. ആഗ്രഹങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. അടുത്ത 2-3 മാസം നല്ല ശ്രദ്ധ വേണം. വീട്ടിൽ മേഡം പറഞ്ഞ പോലെ ട്രെയിനുള്ള ജോലികളൊന്നും വേണ്ട. എന്താവശ്യമെന്ന് പറഞ്ഞാൽ മതി, അതങ്ങ് മുന്നിലെത്തും. അപ്പൊ ഞാൻ ജോലിയൊന്നും ചെയ്യുന്നില്ല എന്നല്ലേ ചന്ദ്രോത്ത് പോയപ്പോ ഗിരി പറഞ്ഞ? ആ, അതൊരു അർദ്ധസത്യമാണല്ലോ. ഈ ഗർഭാവസ്ഥ എന്ന് പറയുന്നതേ എല്ലാവരുടെയും ഒരു ശ്രദ്ധ കിട്ടുന്ന കാലമാണ്. അതങ്ങ് മുതലാക്കിക്കോണം. അത് ഞാൻ ഏറ്റു. കുറച്ചു മാസം കൂടി കഴിയുമ്പോ നമ്മൾ അമ്മയച്ഛനുമാ. ആലോചിക്കുമ്പോ നല്ല രസമുണ്ട്. കുറച്ച് കഴിയുമ്പോ അമ്മൂമ്മയും അപ്പൂപ്പനും ആവും. പല്ല് കൊഴിയും, മുടി നരയ്ക്കും, തൊലി ചുളുങ്ങും. ഒക്കെ രസമാ.
രജനി, ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്താ? ചില കാര്യങ്ങളിൽ നിനക്കൊരല്പം പിടിവാശിയും എടുത്തുചാട്ടം ഒക്കെ ഉണ്ട്, പ്രത്യേകിച്ച് ദേവികയുടെ കാര്യത്തില്. ഇന്നിപ്പോ നോക്കുന്ന ദേവികയോട് ദേഷ്യമോ വാശിയോ ഒന്നും കാണിച്ചില്ല. അതങ്ങ് തുടരണം. വരട്ടെ. വരട്ടെ എന്ന് വെക്കണ്ട. എടോ, ദേവികയ്ക്ക് എന്ത് സന്തോഷമായിരുന്നു ഇന്ന് ഈ വാർത്ത അറിഞ്ഞപ്പോ. അതുകൊണ്ട് പഴയ പരിഭവമൊക്കെ മനസ്സിൽ നിന്ന് കളയണം. അതുമല്ല, ഗർഭിണിയായിരിക്കുമ്പോഴേ അമ്മയുടെ മനസ്സ് വളരെ ശാന്തമായിരിക്കണമെന്നാ സയൻസ് പറയുന്നത്. ദേഷ്യപ്പെടൽ, ടെൻഷൻ ഒന്നും പാടില്ല. ആണോ? പിന്നെ നമ്മൾ ആവശ്യമില്ലാതെ ആരോടെങ്കിലും ദേഷ്യം കാണിച്ച, അല്ലെങ്കിൽ ആരെക്കുറിച്ചെങ്കിലും കുറ്റം പറഞ്ഞ, ഗർഭസ്ഥ ശിശുവിനും ദേഷ്യപ്പെടാനും കുറ്റം പറയാനും ഒക്കെ ഉള്ള ടെൻഡൻസി കിട്ടും. പ്രഗ്നൻസി പീരിയഡ് എ ഹാൻഡ് ബുക്ക് എന്ന് പറയുന്ന പുസ്തകത്തിൽ ഒരു അമേരിക്കൻ ഡോക്ടർ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. ഞാൻ പുസ്തകം വാങ്ങിട്ട് വരാം. ഒന്ന് വാങ്ങിക്കിരി, എനിക്ക് വായിക്കണം. ഇപ്പൊ ദേവികയെ നീ കുറ്റം പറഞ്ഞു എന്നിരിക്കട്ടെ. കുറ്റം പറയുമ്പോഴേ രക്തം ചൂട് പിടിക്കും. ഒരു പ്രത്യേക എൻസൈം രക്തത്തിൽ കലരും. അത് കുഞ്ഞിലേക്ക് ചെല്ലും. സത്യം? ആ, സത്യം. യുവർ ചൈൽഡ് എ വണ്ടർ എന്ന് പറയുന്ന വേറൊരു പുസ്തകത്തില് അതിനെക്കുറിച്ച് വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ദേഷ്യപ്പെടലൊന്നും വേണ്ട. ഇല്ല, എനിക്ക് മനസ്സിലായി. ഇനി നമുക്ക് ജോലിഭാരം കൂടുക. കുഞ്ഞിന് പേര് കണ്ടുപിടിക്കണം, സ്കൂളിൽ ചേർക്കണം, പഠിപ്പിക്കണം. ഞാൻ നാളെ മുതൽ പേര് അന്വേഷിച്ചു തുടങ്ങാം. നമ്മൾ രണ്ടുപേരുടെയും പേര് ചേർത്തിട്ട് വേണം പേരിടാൻ. അത് എളുപ്പമല്ലേ? ആണാണെങ്കിൽ ഗിരിയും രജനിയും കൂടെ ചേർത്ത് ഗിരിരാജൻ. പെണ്ണാണെങ്കിൽ രാജഗിരി. ഒരു തല്ല് വെച്ചേരും കേട്ടോ. അതെ, ആദ്യം കുഞ്ഞു വരട്ടെ, എന്നിട്ട് പേരാലോചിക്കാം. ആള് നന്നായ ആ പേര് നന്നായിക്കോളും. വരട്ടെ, നമുക്ക് കാത്തിരിക്കാം. നിനക്ക് ഐസ്ക്രീം വല്ലതും വേണോ? ഏയ് വെയിറ്റർ, എന്ത് ഐസ്ക്രീമാ വേണ്ടത്? സ്ട്രോബെറി. സ്ട്രോബെറി. സർ, അതെ, ഒരു സ്ട്രോബെറി ഐസ്ക്രീം. സ്ട്രോബെറി ഐസ്ക്രീം ഒന്ന് ഇവിടെ. ശരി. ഇനി വല്ലതും വേണോ? ഓക്കെ അല്ലേ? മതി. എന്താ ഒരു ഉഷാറില്ലായ്മ? വല്ലാത്തൊരു ആലോചന. ദേവി, ഞാൻ ഒരു കാര്യം പറഞ്ഞ വിഷമം തോന്നരുത്. വിഷമിക്കുന്ന കാര്യങ്ങൾ പറയാതിരുന്നാ പോരെ? നീയാ വിഷമിപ്പിക്കുന്നത്. എന്താ നന്ദു? അല്ല, അരുന്ധതി മേഡത്തിന്റെ കേസ്. പ്ലീസ് നന്ദു, വേണ്ട. അത് ഇനിയും പറയണ്ട. ഒന്നാമത് ഇന്ന് മണ്ഡലത്തിലെ കുറെ പൊതുപ്രശ്നങ്ങള്. അതൊക്കെ കഴിഞ്ഞ് നന്ദുവിനോട് സന്തോഷമായിട്ടൊന്ന് സംസാരിച്ച് ഒന്ന് സുഖമായിട്ട് ഉറങ്ങാന്നാ കരുതിയത്. അതിനിടയ്ക്ക് ചുമ്മാ ടെൻഷൻ അടുപ്പിക്കുന്ന ഓരോ കാര്യങ്ങള്. അതെങ്ങനെ ദേവി പറയാതിരിക്കുന്നേ? നമ്മൾ പല പ്രാവശ്യം ഇതേക്കുറിച്ച് സംസാരിച്ചിട്ടും നീ അത് മനസ്സിലാക്കുന്നില്ലല്ലോ. നന്ദു, നമുക്ക് ഈ വിഷയം സംസാരിക്കണ്ടെന്ന് പറഞ്ഞില്ലേ? എനിക്കിപ്പോ ഇതല്ലാതെ വേറെ വിഷയമൊന്നും സംസാരിക്കാനില്ല ദേവി. നമ്മൾ തമ്മില് വേറൊന്നും സംസാരിക്കാനില്ലേ? നീ എന്നോടിപ്പോ അപേക്ഷിച്ചില്ലേ? അതുപോലെ തന്നെ ഞാനും അങ്ങോട്ട് പറയാം. പ്ലീസ്, നീ ഇനി ഋഷിയുടെ കേസിൽ ഇടപെടരുത്. അമ്മയ്ക്കത് തീരെ ഇഷ്ടാവില്ല. അത് വിട്ടേക്ക്. നന്ദു, ഞാൻ എത്ര വട്ടം ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. മനസ്സിലാവാത്ത നിനക്കാ ദേവി. അമ്മയ്ക്ക് വേണ്ടി ഞാൻ അപേക്ഷിക്കുക. അമ്മയെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. ആദ്യം നീ ഒന്ന് മനസ്സിലാക്ക ദേവി, എന്നിട്ട് ബാക്കിയുള്ളവർ മനസ്സിലാക്കാം.
സന്തോഷത്തോടെയാ നന്ദുനെ അന്വേഷിച്ച് ഞാൻ ഇവിടേക്ക് വന്നത്. ഒറ്റ നിമിഷം കൊണ്ട് ഒരേ കാര്യം തന്നെ ആവർത്തിച്ച് നന്ദു അത് കെടുത്തിക്കളഞ്ഞു. സന്തോഷം നിനക്ക് മാത്രം പോരല്ലോ, എനിക്കും വേണം. ഞാൻ കാരണം നന്ദുന്റെ സന്തോഷം നഷ്ടപ്പെട്ടെന്നോ? ഇല്ല, ഞാൻ കാരണം നിന്റെ സന്തോഷമല്ലേ നഷ്ടമായത്, അങ്ങല്ലേ നീ പറഞ്ഞേ? എന്തിനാ നന്ദു ഇങ്ങനെ വഴക്കിടുന്നേ? നന്ദു സന്തോഷിക്കുന്ന കാണാനല്ലേ ഞാൻ ജീവിക്കുന്ന തന്നെ. ഞാൻ സന്തോഷിക്കണമെങ്കിലേ നീ ഈ കേസിൽ ഇടപെടാതിരിക്കണം. നന്ദു കൂടുതലൊന്നും പറയണ്ട. കണ്ണടയുന്നതിന് മുമ്പ് എനിക്ക് എന്റെ ഋഷിയുടെ മുഖം ഒന്ന് കാണണം. എനിക്ക് എന്റെ ഋഷിയെ കണ്ടുപിടിച്ച് തരണേ മോളെ. ഇപ്പോ നിന്നില എന്റെ ഒരേ ഒരു പ്രതീക്ഷ.